കേട്ടോ. ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ, അവരുടെ ഡിജിറ്റൽ ഹെഡായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കുറച്ച് നാൾ മുമ്പ് വന്നൊരു വാർത്തയാണ്. പക്ഷേ ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യാൻ വലിയ താമസം വരികയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് അദ്ദേഹത്തിൻ്റെ വരവറിയിക്കാൻ പോകുന്നു എന്നൊരു പ്രൊമോ നമ്മളെല്ലാവരും കണ്ടതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മാധ്യമരംഗത്ത് വരുന്ന ഓരോ വാർത്തകളും ഓരോ പ്രോഗ്രാമുകളും പ്രത്യേകം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചു. എന്താണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ പ്രോഗ്രാം വരാൻ പോകുന്നത് എന്ന് വെച്ചു. അതിനിടയിലാണ് VSൻ്റെ മരണം വരുന്നത്. എന്താണ് ഇനി ഈ സർജിക്കൽ സ്ട്രൈക്കിന് സംഭവിക്കാൻ പോകുന്നത്? അതായത് ഈ പറഞ്ഞതുപോലെ ഉദ്ധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ആദ്യം ഏഷ്യാനെറ്റിലായിരുന്നു, പിന്നീട് മാതൃഭൂമിയിലേക്ക് പോയി, പിന്നെ റിപ്പോർട്ടറിൽ പോയി, അങ്ങനെ തിരിച്ച് വീണ്ടും ഏഷ്യാനെറ്റ് തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തി. അപ്പം ഈ പറഞ്ഞതുപോലെ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് മാതൃഭൂമി ന്യൂസിലേക്ക് ചേക്കേറിയത് തലവനായിട്ടായിരുന്നു. അപ്പോൾ അന്ന് മാതൃഭൂമി TV-യിൽ VS അച്യുതാനന്ദൻ നൽകിയ രാഷ്ട്രീയ അഭിമുഖം CPM-നെ തന്നെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. അതിനു മുമ്പൊന്നും അത്ര രൂക്ഷമായ ഭാഷയിൽ VS പാർട്ടി കാര്യങ്ങളിൽ പ്രതികരിച്ചിരുന്നില്ല. VSുമായുള്ള ഉണ്ണി ബാലകൃഷ്ണൻ്റെ അഭിമുഖം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് മാതൃഭൂമി TV-യിലേക്കുള്ള മാറ്റം ഉണ്ണി ബാലകൃഷ്ണനെ ആഘോഷമാക്കിയ അഭിമുഖം. മാതൃഭൂമി വിട്ട ഉണ്ണി പല വഴികളിലൂടെ സഞ്ചരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ TVയുടെ ഡിജിറ്റൽ ഹെഡ് എന്ന നിലയിൽ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ വിലയിരുത്തലുകളൊക്കെ ഏറെക്കുറെ അതിന് സാമ്യമായി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UPയുടെയൊക്കെ വിഷയത്തിൽ അതൊക്കെ താളം തെറ്റിപ്പോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില സംഭവങ്ങൾ മാച്ചായി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏഷ്യാനെറ്റ് ന്യൂസിൽ എത്തിയെന്ന് വാർത്തകൾ വന്നു. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രത്യക്ഷപ്പെടാൻ ആഴ്ചകളെടുത്തു. കാരണം അദ്ദേഹം മോദിക്കെതിരായുള്ള ഒരു ലേഖനം ദേശാഭിമാനിയിൽ എഴുതുന്നുണ്ടായിരുന്നു. അതിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏഷ്യാനെറ്റിൽ അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പരിപാടി രാത്രി 7:45 രീതിയിൽ പ്രൊമോകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. റിപ്പോർട്ടറിൽ നിന്ന് പഴയ ലാവണത്തിലേക്കുള്ള ഉണ്ണിയുടെ മടക്ക പ്രോഗ്രാം ടെലിവിഷൻ വിലയിരുത്തലുകാരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി VSൻ്റെ വിയോഗമെത്തി. അങ്ങനെ ഉണ്ണിയുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രത്യക്ഷപ്പെടലും VS വാർത്തകളും വിശകലനമായി എന്നതാണ് വസ്തുത. അതായത് ഈ സർജിക്കൽ സ്ട്രൈക്ക് മാറിയിട്ട് VSൻ്റെ ഒരു അനുസ്മരണം പോലെ ആയി മാറി. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് പതിറ്റാട്ട് മുമ്പുള്ള പടിയിറക്കത്തിൽ അഭിമുഖം നൽകി ചേർത്ത് നിർത്തിയ VSൻ്റെ വിയോഗ വിലയിരുത്തലുമായി ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യം വന്നു. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ തുടങ്ങുമെന്ന് അറിയിച്ച പരിപാടിയും VSൻ്റെ മരണത്തോടെ സംരക്ഷണം ചെയ്യാൻ കഴിയാതെയും വന്നു. അത് വലിയ രീതിയിൽ ചെയ്തു വെച്ചിരുന്നൊരു പ്രോഗ്രാമായിരുന്നു. അത് സംരക്ഷണം ചെയ്യാൻ കഴിയാതെ വന്നു. ആ സാഹചര്യത്തിലാണ് VSൻ്റെ മരണവും അതിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തലുമായി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ തിരിച്ചെത്തിയത്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും ഇന്ത്യ വിഷനും സൂര്യ TVയും മനോരമ TVയും ചാനൽ രംഗത്ത് സജീവമാകുമ്പോഴാണ് മാതൃഭൂമി ചാനൽ തുടങ്ങുന്നത്. കേരളം ആകെ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും അന്ന് മാതൃഭൂമി ചാനലിന് അനിവാര്യതയായിരുന്നു. അതിന് പോന്നതായിരുന്നു അന്ന് ഉണ്ണി ബാലകൃഷ്ണൻ VS നൽകിയ പഴയ അഭിമുഖം. പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പലതും VS അന്ന് പറഞ്ഞു. ആ ദിവസം മറ്റൊരു ചാനലിനും പിടികൊടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് കേരളത്തിലെ വാർത്താ ചർച്ചകളെ നിയന്ത്രിച്ചത് മാതൃഭൂമിയോട് VS പറഞ്ഞ വാർത്തകളായിരുന്നു. മലയാള വാർത്താ ചാനൽ ലോകത്ത് റിപ്പോർട്ടർ TV മുന്നേറ്റമുണ്ടാക്കിയപ്പോഴാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന വിധത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സ്കോർ ചെയ്തത്. റിപ്പോർട്ടർ പ്രേക്ഷകർക്കിടയിൽ ഏറെ ജനപ്രീതി ഉണ്ടായിരുന്ന ഉണ്ണി ബാലകൃഷ്ണനെ അതോടുകൂടി ഏഷ്യാനെറ്റ് അടർത്തിയെടുത്തു. ഇതോടെ ഉണ്ണി പങ്കെടുക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ പരിപാടിക്ക് തിരിച്ചടിയേറ്റു. അതായത് എഡിറ്റേഴ്സ് അവർ ആ പ്രോഗ്രാമിൻ്റെ പേരെന്താണ് ഈ റിപ്പോർട്ടർ TVയിലെ രാത്രി എഡിറ്റർമാരും കൂടി സംസാരിക്കുന്നത്, അതെ, ആ പ്രോഗ്രാം. അപ്പോൾ അത് താഴേക്ക് പോയി. മലയാളം വാർത്താ ചാനൽ ലോകത്ത് അടുത്ത കാലത്തുണ്ടായ സുപ്രധാന ചുവടുമാറ്റമായി ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്കുള്ള മടങ്ങിവരവ്. ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ കൺസൾട്ടൻറ്റ് എഡിറ്ററാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഇടവേളയ്ക്ക് ശേഷം ലൈംലൈറ്റിലേക്ക് തിരിച്ചു വരുന്നത് ചാനൽ യുദ്ധത്തിൽ ഏഷ്യാനെറ്റ് വിജയിച്ചു നിൽക്കുന്ന സമയത്താണ്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഏഷ്യാനെറ്റ് തന്നെയാണ് മാർക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടറാകത്തെ 3-ാം സ്ഥാനത്ത്. 3 പതിറ്റാണ്ടിലേറെ തുടരുന്ന മാധ്യമപ്രവർത്തന കരിയറിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ് എന്നിവയിൽ സുപ്രധാന ചുമതലകൾ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ നിർവഹിച്ചിരുന്നു. 2023 മാർച്ചിലാണ് റിപ്പോർട്ടർ TVയുടെ ഡിജിറ്റൽ വിഭാഗം മേധാവിയായി ചുമതല ഏറ്റെടുത്തത്. റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. 1994 കലാകൗമുദിയിൽ സബ് എഡിറ്ററായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ
പ്രവർത്തനം ആരംഭിക്കുന്നത്. 1996 ഏഷ്യാനെറ്റ് ന്യൂസിൽ സബ് എഡിറ്ററായി ദൃശ്യമാധ്യമ രംഗത്തെത്തി. 2011 വരെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിവിധ തസ്തികകളിലായി പ്രവർത്തിച്ചു. 1998 മുതൽ 2010 വരെ ഡൽഹിയായിരുന്നു പ്രവർത്തന മേഖല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ചെറുതും വലുതുമായ സുപ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാണ്ഡഹാർ വിമാനം റാഞ്ചൽ, കാർഗിൽ യുദ്ധം, ഡൽഹി ബോംബ് സ്ഫോടനങ്ങൾ, മുംബൈ ഭീകരാക്രമണം, പൊതുതെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ നിരവധി സംഭവങ്ങളുടെ റിപ്പോർട്ടിങ്ങിലൂടെയാണ് ശ്രദ്ധ നേടിയത്. 2023 മാർച്ചിൽ ഡിജിറ്റൽ വിഭാഗം മേധാവിയായിട്ടാണ് ചുമതല ഏറ്റെടുത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഫലപ്രവചനങ്ങൾ ഏതാണ്ട് യാഥാർത്ഥ്യമായി മാറിയിരുന്നു. കാരണം ഉത്തർപ്രദേശിലേക്ക് കാര്യമൊക്കെ പറഞ്ഞതൊന്നും വേണ്ടത്ര യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് ഒട്ട് കറക്റ്റായതുമില്ല. എങ്ങനെയൊക്കെയോ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു കറക്റ്റായി പ്രവചിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മികച്ച പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. പ്രായമാകുന്നില്ല ഞാൻ, മരങ്ങളായി നിന്നതും, നമ്മുടെ തലപ്പാവ് എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ്. നിരവധി ആനുകാലികങ്ങളിൽ ചെറുകഥകളും സാമൂഹ്യ സാഹിത്യ വിഷയങ്ങളിലുള്ള ലേഖനങ്ങളുമൊക്കെ എഴുതുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ വലിയ രീതിയിൽ അവർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പ്രോഗ്രാം അത് സംരക്ഷണം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ VS-മായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിലൂടെ എൻട്രി നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും 1ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി റിപ്പോർട്ടർ 3ാമതും പോകുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഈ മാധ്യമങ്ങളുടെ റേറ്റിംഗ് മാസത്തിലൊരു തവണയാണ് അറിയുന്നതെങ്കിൽ ഇപ്പം ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം ഉച്ചയാകുമ്പോഴേക്ക് കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിംഗ് വരും. അപ്പോൾ മാധ്യമങ്ങളുടെ മത്സരം ഒന്നുകൂടി കടുക്കും. 3ാം സ്ഥാനത്തുള്ള ആൾ 1ാം സ്ഥാനത്തുള്ള ആൾ 3ാമതൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ഇടക്കാലത്ത് ഈ പറഞ്ഞതുപോലെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ വളരെ റേറ്റിംഗ് ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു. അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒക്കെ പങ്ക് വളരെ എന്താ പറയുക, ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമായിരുന്നു. അദ്ദേഹം ചില വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. കൺസൾട്ടിങ് എഡിറ്ററോ അങ്ങനെ എന്തോ ഒരു പോസ്റ്റിലോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം വളരെ പ്രാധാന്യമുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് കിട്ടാവുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരാളെ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം ഒരാൾ തിരിച്ച് ആ മാധ്യമ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ വിട്ട് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ജോലി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ വർക്കിംഗ് സ്ട്രാറ്റജി ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റ് ന്യൂസിനെ 1ാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ പ്ലാനും പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാകും. കാരണം റിപ്പോർട്ടർ വന്നാലും ഇത്ര വരെ എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പം വീണ്ടും തിരിച്ച് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാമുമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ വരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ പുതിയ പ്രോഗ്രാമായിട്ട് തിളങ്ങട്ടെ. ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.